ഓക്കേടാ, നമ്മുടെ നെക്സ്റ്റ് വർക്ക് എന്ന് പറയുന്നത് ലിറ്ററേച്ചർ ഓഫ് ദ ലേറ്റ് 20th ആൻഡ് 21st സെഞ്ചുറിയിലെ റാഗ് ടൈം എന്നുള്ള വർക്കാണ്. റാഗ് ടൈം E.L. ഡോക്ടറോ എന്നുള്ള ഒരു റൈറ്റർ എഴുതിയിട്ടുള്ള നോവലാണ് റാഗ് ടൈം, RAGTIME. ഓക്കെ, സോ ഈ നമ്മുടെ ഡോക്ടറോ E.L. ഡോക്ടറോ എന്ന് പറയുന്ന റൈറ്ററിനെ കുറിച്ച് പറഞ്ഞാൽ അയാളൊരു അമേരിക്കൻ നോവലിസ്റ്റാണ്. അയാളൊരു പ്രൊഫസറാണ്, എഡിറ്ററാണ്. അയാളുടെ വർക്ക്സ് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ഫിക്ഷനാണ്. അതായത് ഹിസ്റ്ററിയും ഫിക്ഷനും കൂടി കമ്പൈൻ ചെയ്ത് എഴുതുവാണ്. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നേരത്തെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളും പിന്നെ അതിനകത്ത് കുറച്ച് കുക്ക്ഡ് അപ്പ് സ്റ്റോറിയും കൂടി ചെയ്ത് മിക്സ് ആക്കി എഴുതുന്നതിനെയാണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ എന്ന് പറയുന്നത്. അതായത് യഥാർത്ഥത്തിൽ നടന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ആളുകളോ ഹിസ്റ്റോറിക്കൽ ഇവന്റ്സിനെയും കമ്പൈൻ ചെയ്ത് കുറച്ച് ഫിക്ഷനും കൂടി കമ്പൈൻ ചെയ്ത് എഴുതുന്നതിനെയാണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് പഠിക്കാനുള്ള റാഗ് ടൈം എന്ന് പറയുന്നതും ഒരു ഹിസ്റ്റോറിക്കൽ ഫിക്ഷനാണ്. ഓക്കെ, സോ അയാളുടെ വർക്കിന്റെ അല്ലെങ്കിൽ അയാളുടെ നറേറ്റീവ്സിന്റെ ഒരു സ്റ്റൈൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ഒറിജിനാലിറ്റി നമുക്ക് ഫീൽ ചെയ്യും. ഹിസ്റ്ററിയും ഫിക്ഷനും കൂടി കമ്പൈൻ ചെയ്ത് എഴുതുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. വളരെയധികം ഇമാജിനേറ്റീവ് ആയിട്ടാണ് അദ്ദേഹം എഴുതുന്നത്. ഒരു ഓൾഡ് സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് അല്ല, ഒരു ന്യൂ കൈൻഡ് ഓഫ് സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ആണ്. ഓക്കെ, ആൻഡ് ഇദ്ദേഹത്തിനെ ബറാക് ഒബാമ വിളിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അഡ്രസ് ചെയ്തിട്ടുള്ളത് വൺ ഓഫ് അമേരിക്കാസ് ഗ്രേറ്റസ്റ്റ് നോവലിസ്റ്റ് എന്നാണ്. ഓക്കെ, സോ റാഗ് ടൈം എന്ന് പറയുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ ഫിക്ഷനാണ്. അത് ന്യൂയോർക്ക് സിറ്റിയിലാണ് ഹാപ്പൻ ചെയ്യുന്നത്. ഫ്രം 1902 ടു 1912 ഈ കാലഘട്ടത്തിലാണ് നമ്മുടെ നോവൽ ഹാപ്പൻ ചെയ്യുന്നത്. 1902 ടു 1912. ഓക്കെ, ഇതിനെ പിന്നീട് 1981 മൂവിയൊക്കെ ആക്കിയിട്ടുണ്ട്. മൂവി അഡാപ്റ്റേഷനൊക്കെ ഹാപ്പൻ ചെയ്തിട്ടുണ്ട്. സമ്മറി എന്താണെന്ന് നോക്കാം. ഇപ്പം നോവൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരു വെൽതി ഫാമിലിയാണ്, ന്യൂയോർക്കിൽ താമസിക്കുന്ന ഒരു വെൽതി ഫാമിലി. അതിനകത്തെ ക്യാരക്ടേഴ്സിന് പേരൊന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് ടൈറ്റിൽസ് മാത്രമേ ഉള്ളൂ. ക്യാരക്ടേഴ്സ് ഇവരൊക്കെയാണ്: ഫാദർ, മദർ, ലിറ്റിൽ ബോയ്, ഗ്രാൻഡ് ഫാദർ, മദേഴ്സ് യങ്ങർ ബ്രദർ. ഇത്രയും ക്യാരക്ടേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് കുറെ ഹിസ്റ്റോറിക്കൽ ക്യാരക്ടേഴ്സിനും കൂടി കാണാം. അതായത് നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് ഒരു ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്. ഫോർഡ് കാറുകളുടെ മാനുഫാക്ചർ ആയിട്ടുള്ള ഹെൻറി ഫോർഡിനെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ്, ഹിസ്റ്റോറിക്കൽ ക്യാരക്ടേഴ്സ്, നേരത്തെ ജീവൻ ഉണ്ടായിരുന്ന കുറച്ച് പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ, ആക്ടേഴ്സിനെയും ഒക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് വരെ ഒരു ക്യാരക്ടറായിട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ എന്ന് പറയുന്നത്. ഹിസ്റ്ററിയും ഉണ്ട്, ഫിക്ഷനും ഉണ്ട്. ഓക്കെ, സോ നമ്മുടെ മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? ഫാദർ, മദർ, ലിറ്റിൽ ബോയ്, ഗ്രാൻഡ് ഫാദർ ആൻഡ് മദേഴ്സ് യങ്ങർ ബ്രദർ. ആൻഡ് ഈ ഫാമിലിയുടെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഫയർ വർക്ക്സും ഫ്ലാഗും മാനുഫാക്ചർ ചെയ്യുവാണ്. അത് രണ്ടും മാനുഫാക്ചർ ചെയ്തിട്ടാണ് ഇവരുടെ വെൽത്തിന്റെ സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫയർ വർക്കും ഫ്ലാഗ്സും, FLAGS. ആൻഡ് നമുക്ക് ഇവരുടെ ക്യാരക്ടേഴ്സിനെ ഒന്ന് പരിചയപ്പെടാം. ഇതിനകത്തെ ക്യാരക്ടേഴ്സ്, മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ലിറ്റിൽ ബോയ് ആണ്. അയാളാണ് ഇതിനകത്തെ നറേറ്റർ ഓഫ് ദ സ്റ്റോറി എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ലിറ്റിൽ ബോയ്. അതിന്റെ ഏജ് എന്താണെന്നൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അവനാണ് ഈവന്റ്സ് നടക്കുന്നതിനെ കുറിച്ചും സ്റ്റോറിയെ കുറിച്ചും ഒക്കെ ഒരു ഇന്റർപ്രിട്ടേഷൻ നമുക്ക് തരുന്നത് അല്ലെങ്കിൽ നറേറ്റ് ചെയ്യുന്നത് സ്റ്റോറി. സെക്കൻഡ് വൺ, ലിറ്റിൽ ബോയുടെ അച്ഛനായിട്ടുള്ള ഫാദർ എന്നുള്ള ക്യാരക്ടർ. ഫാദർ എന്ന് പറയുന്ന ആളൊരു എക്സ്പ്ലോററാണ്. അതായത് പല അഡ്വഞ്ചേഴ്സും പല ട്രാവലിങ്ങും ഒക്കെ നടത്തി ഒരു എക്സ്പ്ലോററായിട്ട് നടക്കുന്ന മനുഷ്യനാണ് ഫാദർ. ആൻഡ് അദ്ദേഹം നോർത്ത് പോളിലൊക്കെ അല്ലെങ്കിൽ ആർട്ടിക് റീജിയനിലൊക്കെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്പെഡീഷൻ അല്ലെങ്കിൽ എക്സ്പ്ലോറേഷൻ നടത്തിയിട്ടുണ്ട്, ട്രാവലിംഗ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ട്രാവലിങ്ങിന് പോകുമ്പോൾ വൈഫുമായിട്ട്, പിന്നെ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവലിങ്ങിന് പോകുമ്പോൾ ഒബ്വിയസ്ലി ഫാമിലി ആയിട്ട് നമ്മൾ മാറി നിൽക്കേണ്ടി വരും അല്ലേ? കുറേ കാലത്തിന് ശേഷമായിരിക്കും ഫാമിലി നമ്മൾ മീറ്റപ്പ് ചെയ്യുന്നത്, ഒരുപാട് ഡിസ്റ്റൻസ് ഉള്ള സ്ഥലങ്ങളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ. സോ അതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി ഇയാളുടെ വൈഫിന് ഇയാളുമായിട്ടുള്ള ഇയാളുടെ വൈഫും ഇയാളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സ്ട്രെയിൻഡ് ആണ്. അതായത് ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു റിലേഷൻഷിപ്പാണ്. ഓക്കെ, എസ്പെഷ്യലി വിത്ത് ഹിസ് വൈഫ്. നെക്സ്റ്റ് വൺ ഇസ് ഫാദറിന്റെ വൈഫായിട്ടുള്ള മദർ. മദർ എന്ന് പറയുന്നത് അവരുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇച്ചിരി പ്രോഗ്രസീവ് ആണ്. അച്ഛൻ, അതായത് ഇവരുടെ ഹസ്ബൻഡ് ഫാദർ മാറി നിൽക്കുമ്പോൾ ഇവര് തന്നെയാണ് നമ്മുടെ മാനുഫാക്ചറിങ് കമ്പനിയെല്ലാം നോക്കി നടത്തിയത്. സോ ഇവർക്ക് ഫെമിനിസത്തിനോടൊക്കെ ഒരു കുറച്ച് താല്പര്യമൊക്കെ വളർന്നു തുടങ്ങിയായിരുന്നു. ആൻഡ് സോഷ്യലിസം. ഓക്കെ, ഇവര് ബിസിനസിന്റെ മാനേജർ ആവുകയും ഇവർ കുറച്ച് ഇൻഡിപെൻഡൻസ് ഒക്കെ കിട്ടുമ്പോഴത്തേക്കും ഫാദറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇവർക്ക് കുറച്ച് സ്ട്രെയിൻഡ് ആയിട്ട് തോന്നും. ആ ഒരു ഡിസ്റ്റൻസ് ഗ്രോ ചെയ്യും. ഇവർ ഫെമിനിസത്തിലും സോഷ്യലിസത്തിലും ഒക്കെ ഇവർ കുറച്ചും കൂടി അട്രാക്റ്റഡ് ആവും ഈ ഒരു ഐഡിയാസിൽ. നെക്സ്റ്റ് വൺ, മദറിന്റെ യങ്ങർ ബ്രദർ. ആ യങ്ങർ ബ്രദർ എന്നുള്ളൊരു ക്യാരക്ടറാണ്, മദറിന്റെ സിബ്ലിംഗ് ആണ്. അയാളും ഫയർ വർക്കും എക്സ്പ്ലോസീവ്സും ഒക്കെ നടത്തുന്നതിൽ അല്ലെങ്കിൽ ഉണ്ടാക്കുന്നതിൽ ജീനിയസ് ആണ്. അയാൾ ഒരു സോഷ്യലൈറ്റ്, എവ്ലിൻ നെസ്ബിറ്റ് എന്ന് പറഞ്ഞൊരു സോഷ്യലൈറ്റ് ഉണ്ട്.
അതൊരു ആക്ട്രസും കൂടിയാണ് കേട്ടോ. യഥാർത്ഥത്തിൽ അവരൊരു ആക്ട്രസ്സാണ്, അവരൊരു സോഷ്യലിസ്റ്റും കൂടിയാണ്. അവരുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവും. നോവൽ പ്രോഗ്രസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഒരു ബന്ധം വീണ്ടും പ്രശ്നമാവും, വഷളാവും. പിന്നെ ഈ ഒരു യങ് ബ്രദർ എന്ന് പറയുന്ന ആള് എന്ത് ചെയ്യുന്നു, ഒരു ഗ്രൂപ്പുമായിട്ട് ജോയിൻ ചെയ്യുന്നു, ആളുകൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഓക്കെ, അങ്ങനെ ഗ്രൂപ്പുമായിട്ടൊരു വയലന്റ് ഗ്യാങ്ങുമായിട്ട് നമ്മുടെ യങ് ബ്രദർ ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ വയലന്റ് ഗ്രൂപ്പിന്റെ തലവൻ എന്ന് പറയുന്നത് കോൾ ഹൗസ് വാക്കർ എന്നാണ്. കോൾ ഹൗസ് വാക്കർ എന്ന് പറയുന്ന അയാളൊരു പിയാനിസ്റ്റ് ആണ്, ഒരു മ്യൂസീഷ്യനാണ്. ഓക്കെ, അയാൾ വായിക്കുന്ന ആ ഒരു മ്യൂസിക്കിന്റെ പേരാണ് റാഗ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അയാളുടെ ഗ്യാങ്ങിൽ നമ്മുടെ യങ് ബ്രദർ ചേരുന്നുണ്ട്. ഓക്കെ, പിന്നീട് TATEH ആ ഒരു ക്യാരക്ടറിനെ കാണിക്കുന്നുണ്ട്. അയാളൊരു ജൂയിഷ് ഇമിഗ്രന്റ് ആണ്. അയാളുടെ വൈഫിനെ കാണിക്കുന്നുണ്ട്, അയാളുടെ മോളെ കാണിക്കുന്നുണ്ട്. അയാളുടെ വൈഫിനെ ഉപേക്ഷിക്കുന്നുണ്ട്, കാരണം അവർ മാനേജറുമായിട്ട് ആവശ്യമില്ലാത്ത ബന്ധങ്ങളൊക്കെ ഫിസിക്കലായിട്ട് ഇടപഴകുകയും സോ റെന്റിന് വേണ്ടിയാണ് അതായത് ടത്തയുടെ വൈഫ് റെന്റ് പേ ചെയ്യാൻ വേണ്ടി, അതിന്റെ പൈസയ്ക്ക് വേണ്ടിയാണ് ഒരു മാനേജറുമായിട്ട് അവർ സെക്ഷൽ റിലേഷൻസിൽ ഏർപ്പെടുകയും പിന്നീട് ഇത് അറിഞ്ഞ ടത്തെ എന്ത് ചെയ്തു, ടത്തേന്ന് തന്നെയാണ് കേട്ടോ പേര്, TATEH. അയാൾ ഇവരെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അയാൾ അവസാനം എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ അയാളൊരു ആനിമേഷൻ മൂവീസിലൊക്കെ അയാൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ തുടങ്ങി, ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അയാളൊരു വെൽതി മാനായിട്ട് മാറുന്നു. നമ്മുടെ നോവലിന്റെ ലാസ്റ്റ് വേറൊരു പേരാണ് അയാൾ അഡോപ്റ്റ് ചെയ്യുന്നത്. അയാൾ ബേരൻ എന്നും പറഞ്ഞൊരു പേര് അഡോപ്റ്റ് ചെയ്യുവാണ്. ആൻഡ് ലാസ്റ്റ് നമുക്ക് കാണാം ഇയാള് നമ്മുടെ മദറിനെ കല്യാണം കഴിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കാരണം ഹസ്ബൻഡ്, അതായത് നമ്മുടെ ഫാദർ ഒരു ഷിപ്പില് ഡ്രൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ടത്തെ എന്ന് പറയുന്ന ആളും ഇയാളുടെ ഡോട്ടറും കൂടി നമ്മുടെ മദറിനെ തേടി വരികയും മദറിനെ കല്യാണം കഴിക്കുകയാണ് ചെയ്യുന്നത്. അത് സ്റ്റോറിക്കകത്ത് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ കോൾ ഹൗസ് അറിയാലോ, കോൾ ഹൗസ് എന്ന് പറയുന്നത് അയാളൊരു പിയാനിസ്റ്റ് ആണ്. അയാള് സേറ എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായിട്ട് ബന്ധത്തിലാണ്. ഓക്കെ, സേറ അവസാനം മരിച്ചു പോവുകയും സേറയുടെ കല്യാണം കഴിക്കാൻ വേണ്ടി അയാൾ കുറേ മണിയൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ സേറ അവസാനം മരിച്ചുവാണ് ചെയ്യുന്നത്. അങ്ങനെ അവർക്കൊരു നല്ല ഒരു പൈസയൊക്കെ ചെലവാക്കി ഒരു ഫ്യൂണറലൊക്കെ നമ്മുടെ കോൾ ഹൗസ് കൊടുക്കുന്നുണ്ട്. കോൾ ഹൗസ് പിന്നീട് നമുക്ക് കാണാം ഒരു വയലന്റ് ആയിട്ടുള്ള ആക്ടിവിസ്റ്റായി മാറുകയാണ് ചെയ്യുന്നത്. ബ്ലാക്ക് പീപ്പിളിന് വേണ്ടി, അവരുടെ റൈറ്റ്സിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നൊരു ആക്ടിവിസ്റ്റായിട്ട് നമ്മുടെ കോൾ ഹൗസ് മാറുകയാണ്. ഈ കോൾ ഹൗസിന്റെ ഗ്രൂപ്പിനകത്ത് ആണ് നമ്മുടെ യങ് ബ്രദർ പിന്നീട് ജോയിൻ ചെയ്യുന്നത്, അതായത് മദറിന്റെ യങ് ബ്രദർ. ഓക്കെ, അവർക്കൊന്നും പേര് കൊടുത്തിട്ടില്ല, ആകെ ടത്തയുണ്ട്, കോൾ ഹൗസ് ഉണ്ട്, പിന്നെ നമ്മുടെ ഒരു എവ്ലിൻ നെസ്ബിറ്റ് ഉണ്ട്. ഓക്കെ, അവരുടെയൊക്കെ പേര് പറയുന്നുള്ളൂ. ഇനി നമുക്ക് സ്റ്റോറി എന്താണെന്ന് നോക്കാം. നോവൽ ഡെപ്പിക്ട് ചെയ്യുന്നത് വെൽതി ഫാമിലിയാണ്. മിസ് പറഞ്ഞു നേരത്തെ 5 ക്യാരക്ടർ. ഏതൊക്കെ ക്യാരക്ടേഴ്സാണ്? ഫാദർ, മദർ, ലിറ്റിൽ ബോയ്, ഗ്രാൻഡ് ഫാദർ ആൻഡ് മദേഴ്സ് യങ് ബ്രദർ. ഇവർക്ക് ഫയർ വർക്കും ഫ്ലാഗും വിൽക്കുന്നതാണ് ജോലി, അതാണ് അവരുടെ സോഴ്സ് ഓഫ് ഇൻകം. അച്ഛന്റെ ജോലി എന്താണ്? അയാളൊരു എക്സ്പ്ലോറർ ആണ്. അയാൾ എക്സ്പ്ലോർ ചെയ്യാൻ പോയതിനു ശേഷം വൈഫുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെയധികം സ്ട്രെയിൻഡ് ആണ്. കാരണം അയാൾ വീട്ടിലില്ലാത്തതുകൊണ്ട് വൈഫിനൊരു വല്ലാത്തൊരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങി. പിന്നെന്താണ്? മദറിന്റെ യങ് ബ്രദർ, അയാളും ഇതുപോലെ ഫയർ വർക്കിലും എക്സ്പ്ലോസീവ്സിലും ഒക്കെ വളരെയധികം ഗുഡാണ്. അയാളൊരു അൺഹാപ്പി ക്യാരക്ടറാണ് കേട്ടോ. ഒരു വല്ലാത്തൊരു ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ മദറിന്റെ യങ് ബ്രദർ. ആൻഡ് അയാൾക്ക് ആരുമായിട്ടാണ് ബന്ധം ഉണ്ടായത്? ആ സമയത്ത് ഒരു ആക്ട്രസും ഉണ്ട്, അതുപോലെ തന്നെ ഒരു സോഷ്യലിസ്റ്റുമായിട്ടുള്ള എവ്ലിൻ നെസ്ബിറ്റുമായിട്ട് ബന്ധമാവാൻ തുടങ്ങി. അയാൾ ആദ്യമേ അവരുടെ പുറകെ നടന്നു, പിന്നീട് ഒരു ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലാവാൻ തുടങ്ങി രണ്ടുപേരൂടെ. ഓക്കെ, അത് സക്സസ്ഫുൾ ആയില്ല ഒരു റിലേഷൻഷിപ്പ്. പിന്നെ വരുന്നതെന്ന് പറയുന്നത്, അടുത്ത ക്യാരക്ടർ എന്ന് പറയുന്നത് ആരാണ്? ഒരു ബ്ലാക്ക് ചൈൽഡും അതിന്റെ അമ്മയുമായിട്ടുള്ള സേറ. അപ്പം ഈ ഒരു ബ്ലാക്ക് ചൈൽഡിന്റെ അച്ഛനാരാണ്? നമ്മുടെ കോൾ ഹൗസ് വാക്കർ, കോൾ ഹൗസ്. ഓക്കെ, അപ്പൊ ഈ കോൾ ഹൗസ് സേറയുടെ ഇഷ്ടം പിടിച്ചു പറ്റാനൊക്കെ ആദ്യം കുറെ ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പിന്നീട് സേറ പ്രഗ്നന്റ് ആവുകയും ഒരു കുഞ്ഞിനെ, ബ്ലാക്ക് ചൈൽഡ്, ജനിക്കുകയും ചെയ്യുന്നുണ്ട്. അയാളൊരു ഗുഡ് ലുക്കിംഗ് പ്രൊഫഷണൽ മ്യൂസീഷ്യനാണ്. അയാൾ പാടുന്ന ആ ഒരു മ്യൂസിക്കിനെയാണ് റാഗ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് പിന്നീട് കുറച്ച് നാളിന് ശേഷം ഇയാൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ നമ്മുടെ കോൾ ഹൗസിനെ വേണമെങ്കിൽ നമുക്കൊരു പ്രോട്ടഗോണിസ്റ്റ് എന്ന് പറയാം. ഓക്കെ, കോൾ ഹൗസിനെ ഒരു വിൽ കോങ്ക്ലിൻ എന്ന് പറഞ്ഞൊരാള്, ഒരു റേസിസ്റ്റ് മനുഷ്യനാണ്. അയാൾ ഈ നമ്മുടെ കോൾ ഹൗസിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഹ്യൂമിലിയേറ്റ് ചെയ്യുന്നുണ്ട്, നാണം കെടുത്തുന്നുണ്ട്. അയാളുടെ റേസ് പറഞ്ഞ്, അയാളുടെ വംശത്തിനെയും കളറിനെയൊക്കെ പറഞ്ഞ്. ഓക്കെ, ഈ വിൽ കോൺക്ലിൻ എന്ന് പറഞ്ഞ ആള് ആരെയാണ്? കോൾ ഹൗസിനെ. പിന്നെ
എന്താണ് ഈ ഒരു ആക്ഷനെതിരെ ഇയാൾ നമ്മുടെ കോൾ ഹൗസ് ലീഗൽ ആക്ഷനൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ ഇയാൾക്ക് മനസ്സിലായി എന്താണ് ഓൾറെഡി സൊസൈറ്റിയിൽ ബ്ലാക്സിനെ ഇഷ്ടമല്ല. സോ ഇയാൾ പോയിക്കൊണ്ട് കേസ് കൊടുത്താലും എന്താണ് ഒരു പ്രയോജനവും ഇല്ല. ദെൻ സേറ എങ്ങനെയോ മരണപ്പെടുകയാണ് ചെയ്യുന്നത്. കോൾ ഹൗസ് ഇവരെ കല്യാണം കഴിക്കാൻ വെച്ചിരുന്ന പൈസ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നല്ല ഫ്യൂണറൽ തന്നെ ഇവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സേറയ്ക്ക്. ഇപ്പൊ സേറയുടെ മകളും കോൾ ഹൗസ് മാത്രമേ ഉള്ളൂ, സേറ മരിച്ചു പോയതുകൊണ്ട്. ദെൻ അങ്ങനെ ഈ കോൾ ഹൗസ് എന്ത് ചെയ്യാൻ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഷ്യം കൊണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങി. ഈ വിൽ കോംഗ്ലിൻ എന്ന് പറയുന്ന ഒരു ഫയർമാൻ ആണ് കേട്ടോ, അയാളൊരു ഫയർമാൻ ആണ്. ഈ ഫയർമാൻമാരെ എല്ലാം കൂടി നമ്മുടെ കോൾ ഹൗസ് എന്ത് ചെയ്യുന്നുണ്ട്, ബോംബ് ചെയ്ത് കൊല്ലുകയാണ് ചെയ്യുന്നത്. എല്ലാവരെയും കൊല്ലുകയാണ്. അയാളുടെ ഡിമാൻഡ് അംഗീകരിക്കാത്തതുകൊണ്ട്, അതായത് അയാളെ ഹ്യൂമിലേറ്റ് ചെയ്തുകൊണ്ടും, അയാൾക്കൊരു കാർ ഉണ്ടായിരുന്നു, അയാളുടെ കാറ് കത്തി നശിപ്പിച്ചതുകൊണ്ടും വിൽ കോംഗ്ലിനെതിരെ അയാൾ ലീഗൽ ആക്ഷൻ എടുക്കാൻ നോക്കിയിരുന്നു. പക്ഷെ എന്ത് ചെയ്തു, പ്രജഡിസ് ആയതുകൊണ്ട്, ഓൾറെഡി ബ്ലാക്ക് പീപ്പിളിനെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇയാൾക്ക് നീതി ജസ്റ്റിസ് കിട്ടിയില്ല. സോ അതിന്റെ ദേഷ്യത്തിന് കോൾ ഹൗസ് എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ കണ്ട ഫയർമാൻമാരുടെ എല്ലാം വീടുകളിൽ പോയി ബോംബ് എറിയാൻ തുടങ്ങി. ഓക്കെ, ദെൻ ആ സമയത്ത് നമ്മുടെ കോൾ ഹൗസ് പിന്നെ ആരെ പരിചയപ്പെടുകയാണ് ചെയ്യുന്നത്, നമ്മുടെ മദറിനെ പരിചയപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം മദറിനെ എങ്ങനെ ആയിരിക്കും പരിചയപ്പെട്ട് കാണുന്നത്, ബോംബൊക്കെ എറിയാനും ഫയർ വർക്കിന്റെ ഒക്കെ ബിസിനസ്സാണ് ആർക്ക്, മദറിനും നമ്മുടെ ഫാദറിനും അല്ല അല്ലേ. സോ അവരെ എങ്ങനെയോ പരിചയപ്പെടുന്നു. കോൾ ഹൗസ് എന്ത് ചെയ്യുന്നുണ്ട്, കോൾ ഹൗസിനെയും കോൾ ഹൗസിന്റെ ചൈൽഡ് ആയിട്ടുള്ള സേറയെയും കൂടി മദർ അഡോപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹസ്ബൻഡിന് ഇഷ്ടമല്ലെങ്കിൽ പോലും, അതായത് മദറിന്റെ ഹസ്ബൻഡിന് അതായത് ഫാദറിന് ഇഷ്ടമല്ലെങ്കിൽ പോലും അവരതിനെയെല്ലാം വകവയ്ക്കാതെ ഈ കുഞ്ഞിനെയും കോൾ ഹൗസിനെ അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയാണ് നമ്മുടെ മദർ. ആ കുഞ്ഞിനെ ഇവരിങ്ങ് അഡോപ്റ്റ് ചെയ്യാനും തുടങ്ങി. ഓക്കെ, മീൻ വൈൽ ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, കോൾ ഹൗസ് അയാളുടെ വയലന്റ് ആയിട്ടുള്ള ക്യാമ്പയിൻ തുടങ്ങുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഈ കോൾ ഹൗസിന്റെ ഈ ഒരു വയലന്റ് പ്രൊട്ടസ്റ്റിൽ നമ്മുടെ മദറിന്റെ യങ്ങർ സിബ്ലിംഗ് അല്ലെങ്കിൽ യങ്ങർ ബ്രദറും കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ രണ്ടുപേരും കൂടി അവിടുത്തെ ന്യൂയോർക്കിലുള്ള മോർഗൻ ലൈബ്രറി നശിപ്പിക്കുന്നുണ്ട്. ആൻഡ് കോൾ ഹൗസ് പിന്നീട് സറണ്ടർ ചെയ്യുന്നുണ്ട്. പക്ഷെ അവസാനം എന്ത് ചെയ്യുന്നു, അയാളെ കൊല്ലുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു സ്റ്റോറിയുടെ കൂടെ തന്നെ നമുക്ക് കാണാം വേറൊരു ക്യാരക്ടറിനെയും കൂടെ പ്രസന്റ് ചെയ്യുന്നു. ആ ക്യാരക്ടർ ന്യൂയോർക്ക് സിറ്റിയിലെ സ്ലംസിലാണ് താമസിക്കുന്നത്, സ്ലം ഏരിയയിൽ. ആ ക്യാരക്ടറിന്റെ പേരാണ് ടത്തെ, TATEH. അയാളൊരു ഇമിഗ്രന്റ് ആണ്. ഈസ്റ്റേൺ യൂറോപ്പിൽ നിന്ന് വന്ന് ഇവിടെ താമസിക്കുന്ന, ന്യൂയോർക്കിൽ വന്ന് താമസിക്കുന്ന ഒരു ഇമിഗ്രന്റ് ആണ്. അയാൾക്കും ഇതുപോലൊരു മകളുണ്ട്. അയാളുടെ മകളെ കുറിച്ച്, വൈഫിനെ കുറിച്ച് നേരത്തെ മിസ് പറഞ്ഞു. അയാളുടെ വൈഫ് റെന്റ് അടയ്ക്കാൻ വേണ്ടി പൈസ ചോദിച്ച് പോയി മാനേജറിന്റെ അടുത്ത് പോയി ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുകയും പിന്നീട് ഇയാള് ഇത് മനസ്സിലാക്കിയ ടത്തെ അയാളുടെ വൈഫിനെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പം ആ കുഞ്ഞിനെ കാണാൻ, ടത്തയുടെ മകളെ കാണാൻ നല്ല സുന്ദരി ആയതുകൊണ്ട് ആ ഒരു അട്രാക്ഷൻ, അതായത് വളരെയധികം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗേൾ ആയതുകൊണ്ട് നമ്മുടെ എവ്ലിൻ നെസ്ബിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ കുഞ്ഞിനെ എന്ത് ചെയ്യുന്നുണ്ട്, പോയി കാണുകയും ഒക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു എപ്പിസോഡിനെ വെച്ച് കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, എന്തായാലും ഇവരെല്ലാം രണ്ടുപേരും കൂടെ, അതായത് ഈ ഒരു ടത്തയും ടത്തയുടെ മകളും കൂടി പേപ്പർ കട്ടൗട്ട്സ് ഉണ്ടല്ലോ, പല രൂപത്തിൽ പല ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പേപ്പർ കട്ടൗട്ട്സ് വിറ്റ് ജീവിക്കാൻ തുടങ്ങി സ്ട്രീറ്റിൽ. ഓക്കെ, അത് മാത്രമല്ല ഇയാളൊരു ഫാക്ടറിക്കകത്തും വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടത്തെ അവിടുത്തെ ഫാക്ടറിയിലെ വർക്കേഴ്സിന് വേണ്ടി ഇയാൾ കുറേ സ്ട്രൈക്കൊക്കെ വിളിക്കാനും തുടങ്ങി. ആൻഡ് ഇയാൾക്ക് മനസ്സിലായി വർക്കേഴ്സിന്റെ ലൈഫ്സ് എന്ന് പറയുന്നത് ഒരിക്കലും മാറാൻ പോകുന്ന കാര്യമല്ല. ആർക്കാണ് ടത്തേക്ക്. സോ ഈ സ്ട്രൈക്കിൽ പങ്കെടുത്ത ശേഷം ഇയാൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയാണ്, മനസ്സിലാക്കുകയാണ് ഓരോ ക്യാരക്ടേഴ്സും. ആൻഡ് ഇവൻച്വലി ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പേപ്പർ കട്ടിംഗ് ഒക്കെ നടത്തി ഇയാളൊരു ആനിമേഷൻ പിക്ചർ ഇൻഡസ്ട്രി അല്ലെങ്കിൽ മോഷൻ പിക്ചർ ഇൻഡസ്ട്രി ഇയാൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ടത്തെ. ആൻഡ് ഇയാൾ ഒരു വെൽതി മാനായിട്ട് മാറുകയാണ്. ആൻഡ് ഹി കോൾഡ് ഹിംസെൽഫ് ആസ് എ ബേരൻ. ലാസ്റ്റ് ആകുമ്പോൾ ഇയാൾ സ്വന്തമായിട്ട് ഒരു അരിസ്റ്റോക്രാറ്റ് അല്ലെങ്കിൽ ഒരു പ്രഭുവായി മാറുകയാണ്. ഇയാൾ അതുകൊണ്ട് ബേരൻ എന്നും പറഞ്ഞ് പുതിയൊരു പേരൊക്കെ ആക്കുന്നുണ്ട്. ആൻഡ് ഇയാൾ നമ്മുടെ മദറുമായിട്ട് ഇഷ്ടത്തിലാവുകയും മദറിനെ കല്യാണം കഴിക്കുകയും അച്ഛൻ മരിക്കുമ്പോൾ, അതായത് ഫാദർ എന്നുള്ള ക്യാരക്ടർ ഒരു ഷിപ്പിൽ സിങ്ക് ചെയ്ത് ഡ്രൗൺ ആയി മരിക്കുകയാണ് ചെയ്യുന്നത്. സോ അയാളുടെ മരണത്തിന് ശേഷം ഈ ടത്തെ വന്ന് മദറിനെ കല്യാണം കഴിക്കുന്നു. എന്നിട്ട് അവരെല്ലാവരും കൂടി കാലിഫോർണിയയിലോട്ട് പോവുകയാണ്. ഓക്കെ, ആൻഡ് ഈ കോൾ ഹൗസിന്റെ സണ്ണിനെയും നമ്മുടെ മദർ വളർത്താൻ തീരുമാനിക്കുന്നു. കോൾ ഹൗസ് നേരത്തെ മരിച്ചുപോയ ആളുണ്ടല്ലോ ആ ഒരു വയലന്റ് പ്രൊട്ടസ്റ്റിൽ, കോൾ ഹൗസിന്റെ സണ്ണല്ല, കോൾ ഹൗസിന്റെ ഡോട്ടറിനെയും, ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടത്തയുടെ ഡോട്ടറിനെയൊക്കെ ഈ അമ്മ എന്ത് ചെയ്യാണ്, അതായത് മദർ എന്നുള്ള ക്യാരക്ടർ പിന്നീട് അഡോപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്രയാണ് നമ്മുടെ സ്റ്റോറി എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഇസ് അല്ലെങ്കിൽ
വാട്ട് ഈസ് റാഗ് ടൈം, ആ ടൈറ്റിൽ ഓഫ് ദ സ്റ്റോറി എന്താണെന്ന്. റാഗ് ടൈം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു നേരത്തെ ഒരു മ്യൂസിക്കാണ്. ഓക്കെ, ആ മ്യൂസിക് ആരാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്? നമ്മുടെ കോൾ ഹൗസ് എന്നുള്ള ക്യാരക്ടറാണ്. പിന്നെ ഒരു ഹിസ്റ്റോറിക്കൽ ഫിക്ഷനായിട്ട് എങ്ങനെയാണ് ഇത് മാറുന്നത്? ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ എന്ന് വെച്ചാൽ ആദ്യമേ ഡിഫൈൻ ചെയ്യുക, ഹിസ്റ്ററിയും ഫിക്ഷനും കൂടി കമ്പൈൻ ചെയ്ത് എഴുതുന്നത്. ഇതിനകത്ത് ഒരുപാട് ഹിസ്റ്റോറിക്കൽ ക്യാരക്ടേഴ്സും ഹിസ്റ്റോറിക്കൽ ഇവന്റ്സും ഹാപ്പൻ ചെയ്യുന്നുണ്ട്. ഫിക്ഷണൽ ക്യാരക്ടേഴ്സും ഉണ്ട്. അതിലെ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എവ്ലിൻ നെസ്ബിറ്റ് എന്ന് പറയുന്നത് ഒരു പോപ്പുലർ ആക്ട്രസ് ആയിരുന്നു. അവരൊരു സോഷ്യലിസ്റ്റും കൂടിയായിരുന്നു. പിന്നെ മോർഗൻ ലൈബ്രറി എന്ന് പറയുന്നത്, അത് യഥാർത്ഥത്തിൽ അങ്ങനെ ലൈബ്രറി ഉണ്ട്. ഓക്കെ, പിന്നെ കോൾ ഹൗസിന്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയാം. പിന്നെ ഇതൊരു വാട്ട് ഈസ് ഹിസ്റ്റോറിയോഗ്രാഫിക് മെറ്റാഫിക്ഷൻ, അങ്ങനെ ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കാം ഇതിനകത്ത്. ഹിസ്റ്റോറിയോഗ്രാഫിക് മെറ്റാഫിക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കനേഡിയൻ തിയറിസ്റ്റ് ആയിട്ടുള്ള ലിൻഡ ഹച്ചേൺ ആണ് ക്രിയേറ്റ് ചെയ്തത് ഈ ഒരു ടേം. അവര് 1980s ഈ ഒരു ടേം ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, ഈ ഹിസ്റ്റോറിയോഗ്രാഫിക് മെറ്റാഫിക്ഷൻ എന്ന് പറയുന്നത് ഒരു പോസ്റ്റ് മോഡേൺ കൺസെപ്റ്റാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ കോൺസെപ്റ്റിനെയും കമ്പൈൻ ചെയ്ത് ഒരു പാരഡി രൂപത്തിലൊരു വർക്കിനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഹിസ്റ്റോറിയോഗ്രാഫിക് മെറ്റാഫിക്ഷൻ. ഹിസ്റ്റോറിക്കൽ കോൺസെപ്റ്റ്സ് കാണും, അതുപോലെ തന്നെ അതിനെ പാരഡി ആയിട്ട് എഴുതുന്നത്. അത് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ സൽമാൻ റുഷ്ദിയുടെ മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ, അത് എക്സാമ്പിളായിട്ട് പറയാം. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തീം ഓഫ് ദ നോവൽ എന്താണ്? തീം ഓഫ് ദ നോവൽ നമുക്ക് പറയാം, ഇതൊരു സോഷ്യൽ ഇൻജസ്റ്റിസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് ഇതിനകത്ത് റേസിന്റെ കാര്യം വരുന്നുണ്ട് അല്ലെ, പവർഫുൾ പീപ്പിൾ, വെൽത്തി പീപ്പിളിന്റെ കാര്യം പറയുന്നുണ്ട്. അവരെങ്ങനെയാണ് ഈ ബാക്ക്വേർഡ് അല്ലെങ്കിൽ ബാക്ക്വേർഡ് പീപ്പിളിനെ നശിപ്പിക്കുന്നതെന്ന് പറയുന്നുണ്ട്. നമ്മുടെ കോൾ ഹൗസിന്റെ കാറൊക്കെ നശിപ്പിക്കുന്നതിന് ഞാൻ പറഞ്ഞു. കോൾ ഹൗസ് കേസ് കൊടുത്തിട്ടും ജയിക്കാത്ത കാര്യം ഞാൻ പറഞ്ഞു. പ്രജുഡിസ് ഉണ്ട്, ബ്ലാക്ക് പീപ്പിളിനെതിരെയുള്ള പ്രജുഡിസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു അല്ലെ. ചത്തയുടെ വൈഫ് ഇതുപോലെ റെന്റ് പേ ചെയ്യാൻ വേണ്ടി മാനേജറിന്റെ അടുത്ത് പോയി സെക്ഷൽ റിലേഷൻസിൽ ഏർപ്പെടുന്നതൊക്കെ എന്താണ്? ഈ പണമുള്ള ആളുകൾ പണമില്ലാത്ത ആളുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് ആണ്. പിന്നെ സോഷ്യൽ ഇൻജസ്റ്റിന് പിന്നെ കുട്ടികൾക്കെതിരെയുള്ള സോഷ്യൽ ഇൻജസ്റ്റിസ് ഉണ്ട്, ബ്ലാക്ക് പീപ്പിളിനെതിരെയുള്ള സോഷ്യൽ ഇൻജസ്റ്റിസ് ഉണ്ട്, വർക്കേഴ്സിനെതിരെയുള്ള ഉണ്ട്. അതായത് നമ്മുടെ ചത്തെ ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നു, അവസാനം സ്ട്രൈക്ക് വിളിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞല്ലോ നേരത്തെ. ആ സ്ട്രൈക്ക് വിളിച്ചിട്ട് പോലും വർക്കേഴ്സിന്റെ ലൈഫ് പഴയ പോലെ തന്നെ നിൽക്കുവാണ്. ഓക്കെ, അപ്പോൾ അത് വൈറ്റ് പീപ്പിളിന്റെ ആ ഒരു കാര്യത്തിനെ കുറിച്ചാണ്, അവർ ക്രിയേറ്റ് ചെയ്യുന്ന ടോർച്ചറിനെ കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. നമ്മുടെ കോൾ ഹൗസിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. കോൾ ഹൗസ് ബ്ലാക്ക് ആണ്, അയാളുടെ കാറ് നശിപ്പിക്കപ്പെടുന്നുണ്ട്, ഔട്ട് ഓഫ് പ്രജുഡിസും ഉണ്ട്. ബ്ലാക്ക് ആയതുകൊണ്ട് അയാളുടെ കാറ് നശിപ്പിക്കുന്നുണ്ട്. വില്ലെന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടർ. ഓക്കെ, പിന്നെ സേറയുടെ ലൈഫ്, അതായത് ഇയാളുടെ മരണശേഷം, നമ്മുടെ കോൾ ഹൗസിന്റെ മരണശേഷം എന്തൊക്കെ സംഭവിക്കുന്നു. പിന്നെ ഓക്കെ, ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഹിസ്റ്റോറിയോഗ്രാഫിക് മെറ്റാഫിക്ഷൻ ആണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യമേ അത് എസ്സേ ആയിട്ട് ചോദിക്കാം. ഹിസ്റ്റോറിയോഗ്രാഫിക് മെറ്റാഫിക്ഷൻ എന്താണെന്ന് പറയുക. ഹിസ്റ്ററിയും ഫിക്ഷനും അതിനൊരു പാരഡി രൂപത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് ട്രൂത്തും കാണും, അതിനകത്ത് ഫോൾസും കാണും. ഓക്കെ, പിന്നെ ഈ ഒരു നോവലിനകത്ത് എന്തിനെ കുറിച്ചാണ് നമ്മുടെ ഓഥർ പറയുന്നത്? അമേരിക്കൻ സൊസൈറ്റിയുടെ ആ ഒരു പ്രോഗ്രസിനെ കുറിച്ചാണ് പറയുന്നത്. റിയൽ പീപ്പിൾ ഉണ്ട് ഇതിനകത്ത്, റിയൽ ഇവന്റ്സും ഉണ്ട്, പക്ഷേ ഫിക്ഷണൽ ക്യാരക്ടേഴ്സും ഉണ്ട്, ഫിക്ഷണൽ ഇവന്റ്സും ഉണ്ട്. പിന്നെ സോഷ്യൽ ആൻഡ് എക്കണോമിക് ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ അമേരിക്ക, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ക്യാരക്ടേഴ്സിന്റെ ഐഡന്റിറ്റി പെട്ടെന്ന് ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, കാരണം ആ മദർ എന്നുള്ള ക്യാരക്ടർ ആദ്യം പാവമാണെങ്കിൽ പിന്നീട് ഭർത്താവ് മരിച്ചതിന് ശേഷം വേറൊരാളെ കല്യാണം കഴിക്കുന്നുണ്ട്. പിന്നെ കമ്പനിയുടെ ബിസിനസ് മാനേജർ ആവുന്നുണ്ട്. പിന്നെ അവർ ഫെമിനിസത്തിലോട്ട് സോഷ്യലിസത്തിലോട്ടും തിരിയുന്നുണ്ട്. അവർ വേറെ ആരുടെയൊക്കെ മക്കളെയൊക്കെ കോൾ ഹൗസിന്റെ മക്കളെയൊക്കെ ഇവർ അഡോപ്റ്റ് ചെയ്ത് ജീവിപ്പിക്കുന്നുണ്ട്. പിന്നെന്താണ്, ചത്തയുടെ കാര്യം പറയാം. ചത്ത ഇതുപോലെ പാവപ്പെട്ടവനായിട്ട് ജീവിച്ചിട്ട് പിന്നീട് ഒരു വലിയൊരു വെൽത്തി ഒരു അരിസ്റ്റോക്രാറ്റ് ആയിട്ട് മാറുന്നുണ്ട്. അവസാനം പേരൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്, ബേരൻ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ആ ഒരു ടൈറ്റിലൊക്കെ കൊടുത്ത് ചേരുന്നുണ്ട്. പിന്നെ നമ്മുടെ മദർ ഒരു സ്റ്റെപ്പ് മദർ ആവുന്നുണ്ട്. അതായത് 2 കുട്ടികളെ അവർ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്, ഒന്ന് ചത്തയുടെ കുട്ടിയെയും ഒന്ന് കോൾ ഹൗസിന്റെ കുട്ടിയെയും. ഓക്കെ, പിന്നെ യങ്ങർ ബ്രദറും അതുപോലെ ഐഡന്റിറ്റി ചേഞ്ച് ആവുന്നുണ്ട്. അയാൾ ആദ്യമേ ഒരു അൺഹാപ്പി ആയിട്ട് മാറുന്നുണ്ട്, പക്ഷെ പിന്നീട് ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലാക്ക് കമ്മ്യൂണിറ്റിയിലോട്ട് മാറി അയാൾ കോൾ ഹൗസിന്റെ ഗ്യാങ്ങിൽ ചേർന്ന് വയലന്റ് പ്രൊട്ടസ്റ്റൊക്കെ, അതായത് ബ്ലാക്ക് പീപ്പിളിന്റെ റൈറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അതിനകത്ത് വരാം. പിന്നെ നമ്മുടെ ക്യാരക്ടേഴ്സായിട്ട് സിഗ്മണ്ട് ഫ്രോയിഡ് വരുന്നുണ്ട്. മോർഗൻ ലൈബ്രറി, അതൊരു ലൈബ്രറി ഉണ്ട്. പിന്നെ ഹെൻറി ഫോർഡ് വരുന്നുണ്ട് ഇതിനകത്ത്. നമ്മുടെ ഫോർഡ് കാറുകളുടെ ഉടമ ഹെൻറി ഫോർഡ് വരുന്നുണ്ട്. ഇത്രയും ക്യാരക്ടേഴ്സാണുള്ളത്. ഓക്കെ, ഇത്രയും, അതായത് റിയൽ പീപ്പിളിനെയും ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഇൻസിഡൻസിൽ എപ്പിസോഡ്സിൽ കൊണ്ടുവന്ന് ക്രിയേറ്റ് ചെയ്തേക്കുവാണ് ഈ ഒരു നോവല്. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നതെന്ന് വെച്ചാൽ റേസിനെ കുറിച്ച് പറയുന്നുണ്ട്, നാഷണാലിറ്റി, റിലീജിയൻ, ബാക്ക്ഗ്രൗണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. സോ ഇതൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫിക് മെറ്റാഫിക്ഷൻ ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോവലിനകത്ത് പറയുന്നത്.